ഞാന് നെറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ കുറേ ഷോർട്ട് കട്ട് മെത്തേഡ്സും അങ്ങനെ പല ഷോർട്ട് ട്രിക്സൊക്കെ അന്വേഷിച്ച് നമ്മൾ പോകും. അങ്ങനെ ഞാൻ അന്വേഷിച്ച് അതായത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ അന്വേഷിച്ച് ഉണ്ടാക്കിയിട്ടുള്ള കുറേ ഷോർട്ട് കട്ട് മെത്തേഡ്സും അതുപോലെ തന്നെ ഷോർട്ട് ട്രിക്സ്, ടിപ്സ് ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ എല്ലാ മെത്തേഡ്സും കൂടി ഒരൊറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനല്ല ഉദ്ദേശം. നമ്മൾ ഷോർട്ട് വീഡിയോസ് ആയിരിക്കും. അതായത് ഒരു വീഡിയോയിൽ നമ്മളൊരു മെത്തേഡ് എന്നുള്ള രീതിയിലാവും ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. സോ, ഫസ്റ്റ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ടൈം ആൻഡ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സോ, ജസ്റ്റ് നമുക്ക് എഴുതി തുടങ്ങാം അല്ലേ. സോ, ടൈം ആൻഡ് വർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഷോർട്ട് മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്നത് ഇത്ര ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യും, ബി എന്ന് പറയുന്നത് ഇത്ര ദിവസം കൊണ്ട് ജോലി ചെയ്യും. രണ്ടുപേരും കൂടി ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരും? ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ ഇത് പല മെത്തേഡ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ചും കൂടി സിമ്പിൾ ആണെന്ന് തോന്നിയൊരു രീതിയാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ, ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നെ തുടങ്ങാം അല്ലേ. സോ, ലെറ്റ്സ് സേ നമുക്കൊരു ക്വസ്റ്റ്യൻ എഴുതാം. എക്സ് ടേക്സ് എത്ര ദിവസം കൊടുക്കാം? 20 ഡേയ്സ് കൊടുക്കാം അല്ലേ. എക്സ് ടേക്സ് 20 ഡേയ്സ് ടു ഡു എ ജോബ് ആൻഡ് എക്സ് ആയതുകൊണ്ട് അടുത്ത് വൈ കൊടുക്കുക. ആൻഡ് വൈ ടേക്സ് വൈക്ക് എത്ര കൊടുക്കാം? കുറച്ച് കൂടുതൽ കൊടുക്കാം, 30 കൊടുക്കാം അല്ലേ. ആൻഡ് വൈ ടേക്സ് 30 ഡേയ്സ് ടു ഡു എ ജോബ്. ടു ഡു എ ജോബ് അല്ല, ടു ഡു ദ സെയിം ജോബ്. അല്ലെങ്കിൽ ക്വസ്റ്റിൻ്റെ അർത്ഥം വരില്ലേ, രണ്ടുപേരും രണ്ട് ജോലിയാണെന്ന് വരും. ബോത്ത് ജോയിൻ്റ്ലി ടേക്ക് ഹൗ മെനി ഡേയ്സ്, അല്ലെങ്കിൽ ഹൗ മെനി ഡേയ്സ് ഡു ദേ ജോയിൻ്റ്ലി ടേക്ക്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എക്സ് 20 ദിവസം എടുക്കുമ്പോൾ ഒരു ജോലി ചെയ്യാം, വൈ 30 ദിവസം എടുക്കും ആ സെയിം ജോലി ചെയ്യാൻ. അപ്പോൾ എക്സും വൈയും കൂടി ജോയിൻ ചെയ്തിട്ട് ഈ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് കഴിയും? ഇതാണ് നമ്മുടെ ചോദ്യം. സോ, ഇതിനെ ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്നാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എൽ സി എം വെച്ചാണ് ഈ ഒരു പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്യാറ്. എൽ സി എം എന്ന് പറയുമ്പോൾ എക്സും വൈയും ഉണ്ടല്ലേ, രണ്ടാൾക്കാർ. എക്സ് എത്ര ദിവസം എടുക്കും? 20 ദിവസം എടുക്കും. വൈ 30 ദിവസം എടുക്കും. ഞാൻ എന്ത് ചെയ്യും? ഈ എക്സിൻ്റെ, അതായത് ഈ എക്സ് എടുക്കുന്ന 20 ദിവസം, വൈ എടുക്കുന്ന 30 ദിവസം, രണ്ടിൻ്റെയും എൽ സി എം കാണും. എൽ സി എം എങ്ങനെ കാണുക? 20ഉം 30ഉം എൽ സി എം കാണാം അല്ലേ. ഏറ്റവും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. സോ, ഇതിൽ 2 എടുക്കുക, ഏറ്റവും ചെറുത് 2. സോ, 2 ഇവിടെ എത്രയാവും? ഇത് എന്ന് പറയുന്നത് 10 ആവും, ഇത് 15 ആവും. എഗെയിൻ 2ന് പോകുമ്പോൾ ഇത് എന്താവും? 5 ആവും, 15 പോവില്ല. ദെൻ 3ന് പോകുമ്പോൾ എത്രയാവും? 5 പോവില്ല, 15 എന്താവും? 5 ആവും. ദെൻ 5 ക്യാൻസൽ ആയി അല്ലേ. സോ, ഇനി ഇതൊക്കെ പാടെ മൾട്ടിപ്ലൈ ചെയ്യണം. 5 × 3 15, 15 × 2 30, 30 × 2 60. സോ, എൽ സി എം എന്താണ്? 60 ആണ് എൽ സി എം എന്ന് കിട്ടും. അപ്പോൾ എക്സ് 20 ദിവസം എടുക്കും, വൈ 30 ദിവസം എടുക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എക്സിൻ്റെയും വൈൻ്റെ എൽ സി എം കണ്ടു, 60 ദിവസം. ഇനി ഈ എൽ സി എമ്മിക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ 20 എത്ര മൾട്ടിപ്ലൈ ചെയ്യണം? 20 × എത്രയാണ് 60? ഇതാണ് നമ്മുടെ എൽ സി എം. അപ്പോൾ 20 × എത്രയാണ് 60 നോക്കും. 20 × 3 ആണ് 60 അല്ലേ. ഒരു 3 3, ഈ 3 6. സോ, 20 × 3 60 ആണ്. 30 ആകുമ്പോഴോ ഇൻറ്റു 2. സോ, എക്സ് 3 പണി ഒരു ദിവസം എടുക്കും, വൈ എന്ന് പറയുന്നത് 2 വർക്ക് എടുക്കും. സോ, രണ്ടുപേരും കൂടിയാൽ പെർ ഡേ 5 ജോലി നമുക്ക് ചെയ്യാൻ പറ്റും. സോ, എക്സ് 20 ദിവസം എടുക്കും ആ ജോലി ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഒരു ദിവസം 3 ജോലിയാണ് ചെയ്യുന്നത്. വൈ 30 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഒരു ദിവസം 2 ജോലിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടുപേരും കൂടി ആകുമ്പോഴോ ഒരു ദിവസം 5 ജോലി ചെയ്യും, രണ്ടുപേരും കൂടി കമ്പൈൻ ചെയ്താൽ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി ഡേയ്സ് ഡു ദേ ജോയിൻ്റ്ലി ടേക്ക്? രണ്ടുപേരും കൂടി ജോലി ചെയ്യുമ്പോൾ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കും? ഏത് ജോലി? ആ ഡേയ്സ് ഇവിടെ പറഞ്ഞിട്ടില്ല. സോ, നമ്മൾ എന്തെടുക്കുക? എൽ സി എം ആണ് ടോട്ടൽ ആയിട്ട് എടുക്കുക. ആ എൽ സി എമ്മിനെ നമ്മൾ ടോട്ടൽ ജോബായിട്ട് എടുക്കും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ ജോബായിട്ട് അസ്യൂം ചെയ്യുക കേട്ടോ. ആക്ച്വൽ ടോട്ടൽ ജോബ് അല്ല, ടോട്ടൽ ജോബായിട്ട് നമ്മൾ എൽ സി എമ്മിനെ അസ്യൂം ചെയ്യും. ആൻഡ് ഒരു ദിവസം 5 ജോലി. സോ, 60 ഹരിക്കണം 5 എത്ര വരും? 60 ഹരിക്കണം 5 എന്ന് പറയുമ്പോൾ 12. സോ, ക്ലിയർ ആയില്ല അല്ലേ. സോ, 12 ഡേയ്സിൽ എന്ത് ചെയ്യും? എക്സും വൈയും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജോലി ചെയ്ത് തീർക്കാൻ പറ്റും. ഇതാണ് മെത്തേഡ്. ഈ മെത്തേഡ് അറിയുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവർക്കിതൊരു പുതിയ മെത്തേഡായി തോന്നണമെന്നില്ല. അറിയാത്തവർക്ക് വേണ്ടിയാണ് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സോ, ഓക്കെ, ഒരു മിനിറ്റ്. നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. സോ, ജസ്റ്റ് എന്ത് ചെയ്യുക? ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മെത്തേഡ്. ഇനി ഇതേ മെത്തേഡിൽ നമുക്ക് ഇതിപ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റൻ നമ്മൾ ചെയ്തു എന്നേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഇതേപോലത്തെ ചെയ്ത് നോക്കാം അല്ലേ. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ലെറ്റ്സ് സേ എയും ബി ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുന്നില്ല, നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത പോലെ. സോ എയും ബിയും കൂടിയിട്ട് എത്ര കൊടുക്കാം? 20 ദിവസം ജോലി ചെയ്യും. അതായത് 20 ദിവസം എടുക്കും എയും ബിയും കൂടി ചെയ്യാൻ. ബി ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ 40 ദിവസം എടുക്കും. അപ്പോൾ എ എത്ര ദിവസം എടുക്കും? അതാണ് ചോദ്യം. എയും ബിയും കൂടിയിട്ട് 20 ദിവസം എടുക്കും. ബി ഒറ്റയ്ക്കാണെങ്കിൽ 40 ദിവസം എടുക്കും. ശരിക്കും നമുക്ക് കോമൺ ആയിട്ട് ആലോചിച്ച് ആൻസർ കിട്ടും. എന്നാൽ ആ ഒരു മെത്തേഡ് വഴി നമുക്ക് പോവാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 20ൻ്റെയും 40ൻ്റെയും LCM കാണും. 2 വെച്ചിട്ടാകുമ്പോൾ 10. 40ൻ്റെ പകുതി 20. എഗെയിൻ 10ൻ്റെ പകുതി 5. 20ൻ്റെ പകുതി 10. എഗെയിൻ 2 തന്നെ അല്ലേ, 5. അവിടെ 10ൻ്റെ പകുതി 5. സോ ഇനി പോയിട്ട് 2 കൊണ്ട് പോലെ 5 1 ക്യാൻസൽ. സോ 5 2 10 20 40 അല്ലേ. 5 5 20 10 10 × 2 20 20 × 2 40. സോ ഇതിൻ്റെ LCM എന്താണ് വരുന്നത്? LCM എന്ന് പറയുന്നത് 40. LCM 40 ആണ്. 20 × 2 ആണ് 40. സോ 40 × 1 ആണ്. അപ്പോൾ എയും ബിയും കൂടി ചെയ്യുമ്പോൾ എയും ബിയും 2 ജോലിയാണ് ഒരു ദിവസം ചെയ്യുന്നത്. ആൻഡ് ബി ആണെങ്കിൽ 1 ജോലി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഏത് A+B എന്ന് പറയുന്നത് 2 ആണെന്നും ബി എന്ന് പറയുന്നത് 1 ആണോ അറിയാം. അപ്പോൾ എന്താ എ വരിക? എ എന്ന് പറയുന്നത് 1 ആണല്ലേ. 2 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ് നമുക്കറിയാം. ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്യാം. ആൻഡ് നമ്മൾ പറഞ്ഞു ഇതൊരു സീരിയസ് ആയിട്ടാവും ചെയ്യുന്നുണ്ടാവുക എന്ന്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പേപ്പർ 1ൻ്റെ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പേപ്പർ 1ൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള പോർഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ മനസ്സിലാകുന്നില്ല അങ്ങനത്തെ ഏതെങ്കിലും പോർഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. നമ്മൾ അതിനെക്കുറിച്ച് അടുത്ത വീഡിയോസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ജസ്റ്റ് ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ഏതാണോ പോർഷൻസ് വേണ്ടത്, നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള പോർഷൻസ് ഏതാണോ അത് നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ലെറ്റ്സ് സേ ഇവിടെ എഴുതാം അല്ലേ. എ എത്ര ദിവസം എടുക്കാം? എ 20 ആയിക്കോട്ടെ. എ എന്ന് പറയുന്നത് 20 എടുക്കുന്നുണ്ട്. ബി എന്ന് പറയുന്നത് ലെറ്റ്സ് ഒരു 15 കൊടുക്കും. കുറച്ച് ഉണ്ട് അല്ലേ. എ പ്ലസ് ബി പ്ലസ് സി എത്ര കൊടുക്കാം? വളരെ ചുരുങ്ങണല്ലോ അല്ലേ. 3 ആളും കൂട്ടില്ല, 5 കൊടുക്കാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. എ ഒരു ജോലി 20 ദിവസം കൊണ്ട് തീർക്കും. ബി ആണെങ്കിലോ 15 ദിവസം എടുക്കും. എയും ബിയും സിയും കൂടിയാണെങ്കിൽ 5 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ സി എത്ര ദിവസം എടുക്കും? അതാണ് ചോദ്യം. എന്ത് ചെയ്യും? നമ്മൾ LCM ആദ്യം എടുക്കാം. 20 15 5 രണ്ടിലാകുമ്പോൾ എന്ത് ചെയ്യും? 10 15 5. ദെൻ എഗെയിൻ 2 കൊണ്ടാകുമ്പോൾ 5 15 5. ദെൻ 3 കൊണ്ടാകുമ്പോഴോ 5 5 5. ദെൻ 5 ഇവിടെ 1 ആയി കഴിഞ്ഞു. സോ 5 × 3 15 15 × 2 30 30 × 2 60. LCM എന്താണ്? 60 ആണ് LCM എന്ന് കിട്ടി. ആൻഡ് ഓരോന്നിനും എത്ര ദിവസം എടുക്കും നോക്കാം. 20 × എത്രയാണ് 60 വരിക? 20 × 3 അല്ലേ. 20 × 3 ആണ് 60 വരിക. 15 ആകുമ്പോഴോ 15 × 2 30. സോ 15 × 4. 5 ആകുമ്പോഴോ 12 വരും. നമുക്ക് 5 × 10 ആകുമ്പോൾ 50 വരുള്ളൂ. 2 കൂടി വേണം. സോ 12. അപ്പോൾ എ ഒറ്റയ്ക്കാണെങ്കിൽ 3, ബി ഒറ്റയ്ക്കാണെങ്കിൽ 4, എയും ബിയും സിയും കൂടിയാണെങ്കിൽ 12. അപ്പോൾ സി ഒറ്റയ്ക്കാണെങ്കിൽ എത്ര എടുക്കും? 12 - 4 + 3 അല്ലേ. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് പറയുന്നു എന്നല്ലോ കേട്ടോ. നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്ത് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ഇറക്കി തരാം. സോ 12 - 4 3 എത്രയാണ്? 4 3 7. 12 - 7 എത്രയാണ്? 12 - 7 8 9 10 12 12 5 അല്ലേ. സോ സിക്ക് ആണെങ്കിൽ എത്ര ദിവസം എടുക്കും? സി ആണെങ്കിൽ 5 ദിവസം എടുക്കും. ഇത്രേ ഉള്ളൂ. കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏതൊരു രീതിയിൽ എങ്ങനത്തെ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സോ ഓരോ ഷോർട്ട് മെത്തേഡ്സ് ഡിസ്കസ് ചെയ്തെന്ന് മാത്രം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു പോർഷൻ ഇത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അതായത് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം വരുന്നത്? ഏതൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾക്ക് ഫർദർ ക്ലാരിഫിക്കേഷൻ ആയിട്ട് വീഡിയോസ് വേണ്ടത്? ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അടുത്തൊരു വീഡിയോയിൽ കാണാം അല്ലേ.